ചേച്ചി, നമ്മളൊരു ട്രിപ്പ് പോകുന്നതിനെ പറ്റി ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? പിന്നെന്താ, എവിടെ പോണം മക്കൾക്ക്? നമുക്ക് നെയ്യാറ്റിൻകര പോവാം, പടവലത്ത് പോവാം, തിരിച്ചു വരുന്ന വഴിക്ക് വേണമെങ്കിൽ ശർക്കര കയറാം. എന്തോന്ന് ചേച്ചി ഇത് കളിയാക്കുന്ന? അതെ, ഇവിടൊക്കെ പോവാനേ നമുക്ക് വിധിച്ചിട്ടുള്ളൂ. അറിയാൻ പാടാത്ത പോലെയാണ് സംസാരം. പക്ഷെ നമുക്ക് ഇനി പുറത്തു പോകാൻ വേറെ മാർഗമൊക്കെ ഉണ്ട്. രണ്ടുപേര് കനിയണോ ഇനി? യാര്? ലച്ചു ചേച്ചി അമ്മായിയും വിചാരിച്ചാ പോവാൻ പറ്റും, സേഫ് ആയിരിക്കും. നിങ്ങളെ മുൻകൈയിട്ട് നിന്നാലേ എന്തു പറയണ്? ഞങ്ങൾ എന്ത് മുൻകൈയിടെ? നിങ്ങളങ്ങ് ഇറങ്ങി കൊടുത്താൽ മതി, നമ്മള് കൂടെ പതുക്കെ പിള്ളേരെയും കൊണ്ടൊക്കെ പോണെങ്കിലേ അമ്മൂമ്മയും കൂടെ വേണം, അല്ലെങ്കിൽ റെഡി ആവൂല. അമ്മമ്മ ട്രിപ്പിനൊന്നും വരൂല. ചില തീർത്ഥാടന യാത്ര എന്ന് പറഞ്ഞു നോക്കാം, അപ്പൊ വരുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഒരാൾ വിചാരിച്ച കാര്യം നടക്കും. ആര്? ദീനിക്കുന്ന ചിടുങ്ങ് വിചാരിച്ച കാര്യം നടക്കും. പാറുവാ? പാറു വിചാരിച്ച എന്താ സംഗതി ചില പഴയ ഐറ്റം ആണ്. മാത്രമല്ല കേശേട്ടനൊക്കെ പഴുത്തി വൺ വിജയമാക്കിയിട്ടുള്ള ഐറ്റം കൂടെയാണ്. ഓർക്കുന്നുണ്ടോ കേശുവേ? സാധനം എനിക്ക് എവിടെ കിട്ടി? എന്താടാ ശരി, എവളെ കൊണ്ട് നടക്കൂ. പക്ഷെ കൊച്ചിന് അതിനുള്ളൊരു ഗത്തില്ല അല്ലടാ. പറയേച്ചി, എന്നാലേ അറിയാൻ പറ്റൂ. ട്രിപ്പ് പോകുന്നത് വരെ പാറുക്കുട്ടി അഗാധമായ പട്ടിണി കിടക്കും. പട്ടിണി എടുക്കുന്ന നല്ല ഫ്രഷ് ഐഡിയ. ചേച്ചി, അതൊക്കെ എന്താ? എനിക്ക് വിശക്കുന്നു. അങ്ങനൊന്നും പറയാൻ പാടില്ല, വന്നേങ്ങോട്ട്. നീ ഇപ്പൊ തൽക്കാലത്തിൽ പിടിച്ചിരി, വൈകിട്ടാവുമ്പോ നമുക്ക് സെറ്റ് ചെയ്യാം. ആരുമില്ലാത്ത ഫുഡ് തരാം. ഷവർമ്മ ഷവായൊക്കെ മേടിച്ചു തരാം. കുറച്ചേരം പട്ടിണി കിടക്കും. ഷവർമ്മ മേടിക്കുമ്പോ എനിക്ക് കൂടെ പറ്റില്ല. ഞാൻ തരും. വിഷമിച്ച് കിടക്ക്. വിഷമിച്ചു കിടന്നോ കിടന്നോ കിടന്നു 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 ചിരിക്കരുത്. പാറുമോളെ, നീ ഇങ്ങനൊന്നും കഴിക്കാണ്ട് കിടന്ന എങ്ങനെയാ? നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. നീ ഭക്ഷണം എന്തെങ്കിലും എടുത്ത് കഴിക്ക്. എനിക്ക് വേണം. എനിക്ക് വേണ്ട. അയ്യോ, വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ? പട്ടിണി എടുക്കാൻ പറ്റുമോ പാറുമോളെ? ശിവ, എന്താണ് ഈ പ്രശ്നം? പാറു ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലടാ, പട്ടിണി നടക്കുവോ ഇവിടെ? അയ്യോ, ഉച്ചക്ക് നമ്മളെല്ലാരും ഫുഡ് കഴിച്ചില്ലേ? കഴിച്ചല്ലോ. എന്നിട്ട് പാറു മാത്രം കഴിക്കാതെ പാവം പട്ടിണി കിടക്കുവാണോ? അതെ, പട്ടിണി കിടക്കുവാണല്ലോ. അയ്യോ, എന്നാലും പാറു പട്ടിണി കിടക്കുന്ന കണ്ടിട്ട് സങ്കടം വരുന്നു. അതെ അതെ. പാവം പാറു കേട്ട കിടക്കണ കിടപ്പ് നോക്ക്. എന്താ ചെയ്യാ? பாரு, நீ இங்க படுக்கறியா? எங்க எல்லாம் தேடின, நீ ஒண்ணுமே சாப்பிடல. எல்லாரும் சாப்பிட்டாச்சு. என்னாச்சு உனக்கு? അവളൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കിടക്കുക ആന്റി. എന്ത് ചെയ്താ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. அது என்ன உனக்கு வேண்டாம இருக்கு? എനിക്ക് വേണ്ട. അവക്ക് വേണ്ടെന്ന് എന്ത് മക്കളെ നിനക്ക് വേണ്ടാത്ത? കൊച്ചില്ലേ കാര്യം പറയണ്ടേ അവള്? എന്തോന്ന് എന്തോന്ന് അവളുടെ കപ്പൽ മുങ്ങിപ്പോയാ? എന്തിന്റെ പ്രശ്നം? பாரு, சொல்லு பாரு, என்னாச்சு உனக்கு? അവള് കാര്യം പറയണ്ടേ, അതല്ലേ പ്രശ്നം. അവള് കാര്യം പറയുന്നില്ല. ഭക്ഷണം കഴിക്കുന്നില്ല? ഇല്ല. പിന്നെ വല്ല ഐസ്ക്രീമും മേടിച്ചു കൊടുക്കുക, അതെങ്കിലും കഴിക്കട്ടെ. അവക്ക് ഒന്നും വേണ്ടെന്നാണ് ചേച്ചി പറയുന്നേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കൊച്ചെ, നല്ല മീൻ കറിയും മീൻ വറുത്തതും ചോറൊക്കെ ഇരിപ്പുണ്ട്, പോയത് വലുത് കഴിച്ചേ ചെല്ല്. എന്താ എന്താ കാര്യം? അവളൊന്നും കഴിച്ചിട്ടില്ലെന്നേ, കഴിക്കാൻ പറഞ്ഞപ്പോ വേണ്ടെന്ന്. മക്കളെ, ഒന്നും കഴിച്ചില്ലയോ? ബാ, എണീറ്റ് വാ, അമ്മൂമ്മ വാരി തരാം. ബാ, വന്ന് കഴിക്ക്. അതമ്മ അവള് പിണങ്ങി കിടക്കുക. അവക്ക് ഭയങ്കര വിഷമം. എന്ത് ചോദിച്ചാലും വേണ്ട വേണ്ട വേണ്ടാന്ന് മാത്രമേ പറയണുള്ളൂ. അതിന്റെ കാരണമല്ലേ നമ്മൾ ചോദിക്കണത്. നീ കാര്യം പറ. ചുമ്മാ എല്ലാവരും കൂടെ കിടന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ട് ഞാൻ കൊച്ചിന് ശ്വാസം വിടണ്ടേ? ഞാൻ ചോദിക്കാം. മക്കളെ പാറുവേ, പറയടാ, മക്കളുടെ പ്രശ്നം എന്താണ്? കിടക്കണ കിടപ്പുണ്ടാ?
കണ്ടാലേ അറിയാം അവള് രാവിലെ ഒന്നും കഴിച്ചു കാണത്തില്ല. யாரு சொன்னா காலையில ஒன்னும் சாப்பிடலன்னு? ஒரு குட்டி புட்டு, 4 ஏத்தப்பழம், 2 முட்டை, 8 பப்படம் இவ்வளோ சாப்பிட்டா. എല്ലാരും കൂടെ കഴിച്ച കാര്യമാണോ? இல்ல, அவன் மட்டும் சாப்பிட்டதுன்னு சொன்னேன். കൊച്ചാ എന്തോന്നത്? നീ ചുമ്മാ വരെ എനിക്കുള്ള പ്രതിയോഗിയായി വന്നോണ്ടിരിക്കുകയാണ് കേട്ടാ. കേശോ, വിഷയത്തിൽ നിന്ന് തന്നെ മാറില്ല. അതിപ്പോ ദഹിച്ചിട്ടുണ്ടാവും. പിന്നെ ദഹിച്ചു കാണൂലേ? സമയം എത്രയായി? എപ്പോഴും ദഹിച്ചു കാണും. കൊച്ചേ, മനുഷ്യനെ പ്രാന്ത് കഴിക്കണ ഒരു പരിധി ഉണ്ട് കേട്ടോ. ഇത് ഇത്ര ഷോ കാണിക്കണ, പോയി വന്ന് കഴിച്ചേ. ചേച്ചി കാം ഡൗൺ. ദേഷ്യം ഒന്നിനൊരു പരിഹാരമല്ല. അല്ലെങ്കിൽ തന്നെ ചേച്ചിക്ക് വയ്യാണ്ടിരിക്കുമല്ലേ? എനിക്കെന്ത് കുഴപ്പം? അല്ല, ദേഷ്യപ്പെട്ട ചേച്ചിക്ക് വയ്യാണ്ടാവത്തില്ലേ? കോട്ടെ, സാരമില്ല. പട്ടിണി കിടക്കാൻ പോവാന്നോ കുഞ്ഞ്? ജലപാനം ചെയ്തിട്ടില്ല. രാവിലത്തെ ആ പുട്ട് കഴിച്ചതിന് ശേഷം പിന്നെ ഇടയ്ക്ക് വെച്ച് 4 കപ്പലിന്റെ അങ്ങോട്ട് കഴിക്കുന്ന പോലെ കണ്ട്. ആ, കപ്പലണ്ടി കഴിച്ചില്ലയോ? ചുമ്മാതല്ല, കപ്പലണ്ടി കഴിച്ചാ പിന്നെ വിശക്കത്തേ ഇല്ല. വിശക്കത്തില്ലേ? ഇതൊന്നും അല്ല അമ്മുമ്മ. പാറു പ്രതിജ്ഞ എടുത്ത് കിടക്കുവാണ്, കാണുന്നില്ലേ? എന്ത് പ്രതിജ്ഞ? ആ, അതാണോ അറിയാത്തത്? അല്ല അമ്മുമ്മ, കുറച്ചു നേരത്തെ പാറു എന്നോടൊരു കാര്യം സൂചിപ്പിച്ചായിരുന്നു. ഇനി അതെങ്ങാനും ആണോ? എന്ത് കാര്യം? ഞാൻ ചോദിച്ചു നോക്കട്ടെ. മോനെ, നേരത്തെ പറഞ്ഞ കാര്യമാണോ പട്ടിണി കിടക്കുന്നതിന്റെ റീസൺ? ആണ്. അച്ചോ, അതാണ് കാര്യം. എന്ത് കാര്യം പറ. അയ്യോ, അതൊരു സിമ്പിള് കാര്യമാണ്. അത് വന്ന് പാറുവിനെ നമ്മളെല്ലാവരും കൂടെ ഒരു ട്രിപ്പ് കൊണ്ടുപോകണം. ആ ട്രിപ്പിന് എന്തായാലും അമ്മുമ്മ ഉണ്ടാവണം. അങ്ങനെ ട്രിപ്പ് കൊണ്ടുപോകാന്നുള്ള കാര്യം അമ്മുമ്മ കുടുംബ പരദേവത സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു ഫുഡ് കഴിക്കും. ഇതായിരുന്നു കാര്യം. ഞാൻ വിചാരിച്ചു വേറെ ഏതാണ്ട് കാര്യമായിരിക്കും. ഇത്രേ ഉള്ളായിരുന്നോ? നടക്കത്തില്ല, നടക്കത്തില്ല. കോമഡി കേട്ടല്ലോ. വന്നേ. വെറുതെ ഒച്ച വെച്ച് വേസ്റ്റ്. ചേച്ചി പ്രതീക്ഷ കൈവിടല്ലേ, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ചേച്ചി, എന്തോ എനിക്ക് വിശക്കുന്നു. വിശക്ക് കട്ടക്ക് നിക്കണം നീ. അത് മാത്രമല്ല, രാവിലെ 1 കുറ്റി പുട്ട്, 4 ഏത്തപ്പഴം, 8 പപ്പടം, 2 മുട്ട. ശരിയാണല്ലേ, 2 മുട്ട. കൊച്ചേ ചുമ്മാ കേട്ടോ, രാവിലെ എനിക്ക് 1 മുട്ട കിട്ടിയുള്ളൂ. എന്റെയാണ് മറ്റേ മുട്ട. കുരുപ്പേ, നീ കഴിച്ച കാര്യം നേരത്തെ പറയാത്ത എന്ത്? അത് തന്നെ അയച്ചൊന്നും മുട്ടായിരിക്കാം. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. പാറുവേ, ഒന്ന് വിശന്നാലേ ഇതൊക്കെ സെറ്റ് ആവുള്ളൂ. നീ ഒറിജിനലായിട്ട് പട്ടിണി കിട. ഒറിജിനലായിട്ടാ? പാറുവേ, ഭക്ഷണം കഴിക്കണം എന്ന് തോന്നും, പക്ഷെ കഴിക്കരുത്. നീ പൊള്ളിയാണ് പാറു. ചെറുപ്പത്തിലേ ഞങ്ങളും കുറെ പട്ടിണി കിടന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഓരോന്നൊക്കെ നേടിയെടുത്തത്. നിനക്ക് വേണോ? നിനക്ക് ടൂർ വേണോ? വേണം. ആ, എന്നാ പട്ടിണി കടാ. പണ്ടത്തെ ഒരു പരിപാടിയും കൊണ്ട് വന്നേക്കുക. എനിക്കാണെങ്കിൽ വിശന്നിട്ടും വയ്യ. பாரு, என்ன பாரு இது? காலையில இருந்து கொஞ்சம் தானே நீ சாப்பிட்ட, பசிக்கலையா உனக்கு? வா பாரு, ஏதா வந்து சாப்பிடலாம். ആന്റി, ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആന്റി ഒന്ന് പൊക്കേ. என்ன பாரு இது? சின்ன குழந்தைங்க சாப்பிடாம இருந்தா உடம்புக்கு ரொம்ப பிரச்சனை. പ്രശ്നം വന്നോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. വെക്കേഷനായിട്ട് എന്നെ ഒരിടത്തും കൊണ്ടുപോയില്ലല്ലോ. എനിക്ക് എന്തെങ്കിലും പറ്റട്ടെ. வெக்கேஷனுக்கு ஒன்னு எங்கேயா கூட்டிட்டு போனோம், அவ்வளவுதானே. யாரும் கூட்டிட்டு போலனாலும் ஆன்டி கூட்டிட்டு போறேன் മധുരയ്ക്ക്. ആന്റി എന്നെ മധുരയ്ക്ക് കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വീട്ടിൽ കയറി ഇരിക്കാനല്ലേ? പാറു, ആന്റി പൊക്കോ, എനിക്കൊന്നും വേണ്ട. പാറു, സത്യം പറഞ്ഞോ? നീ എന്നോട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാ?
ഓക്കെ, നല്ല വെച്ച്. എങ്ങനെയുണ്ട്? എനിക്ക് വിശക്കുന്നുണ്ട്. ആറു, എന്ത് വന്നാലും നമ്മുടെ മിഷൻ കൈവിടരുത്. നോക്കിയേ, മിനിമം മൂന്നാറ്, ഊട്ടി, കൊടൈക്കനാൽ, അറ്റ്ലീസ്റ്റ് തേക്കടിയെങ്കിലും കിട്ടാണ്ട് നമ്മൾ പിന്മാറൂല. ഓക്കെ? ചേച്ചി, എന്തോ? അമ്മൂമ്മ സമ്മതിക്കുന്നവരെ ഞാൻ ജീവനോടുണ്ടാവോ? അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഊട്ടിയും കൊടൈക്കനാലും ഒക്കെ. എന്റെ കൊച്ചെ, നീ രാവിലെ എന്താ കഴിച്ചത്? ഒരു കുറ്റി പുട്ട്, 4 ഏത്തപ്പഴം, 8 പപ്പടം, 2 മുട്ട. ഇത്രയും കഴിച്ച ഒരാൾക്ക് ഒരാഴ്ച ഫുഡിലാണ്ട് ജീവിക്കാൻ പറ്റും. അത്ര ഇവിടെ നിന്ന് തട്ടിപ്പോത്തൊന്നുമില്ല. ചേച്ചി വിശക്കുന്നു. പാറു ഇപ്പോഴും ഇവിടെ ജലപാനം പോലും ചെയ്യാതെ കിടക്കുക കേശോ. ഒരു കാര്യം നീ ഇങ്ങ് വാ. ഇപ്പൊ വരാമേ. ശിവ, നമ്മുടെ പാറുവിനെ ഉഴുന്നോട ഭയങ്കര ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് ഞാൻ ഉഴുന്നോട മേടിച്ച്. ആ അതെ, പാറുവിന് ഉഴുന്നോടെ ഭയങ്കര ഇഷ്ടമാണ്. മിനിമം ഒരു 3 എണ്ണെങ്കിലും അവള് കഴിക്കും, അല്ലേ കേശു? പിന്നെ ഉറപ്പില്ല, അതല്ലേ ഞാനത് മേടിച്ചേ. പിന്നെ കനകാന്റെ അമ്മൂമ്മ ദാ ഉഴുന്നോട് മേടിച്ചോണ്ട് വന്നേക്കണം. ബാ. പാറുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഉഴുന്നുവട കൊണ്ടുവന്നിരിക്കണോ അമ്മൂമ്മ? என்ன கேசு? ഉളുന്തവിടെ നല്ല സൂട് ഉളുന്തവിടെ. തട്ടുകടലിൽ നിന്ന് വാങ്ങിനിയാ? പിന്നെ നമ്മുടെ തങ്കഞ്ചാണ്ട കടയിൽ നിന്ന്, ജംഗ്ഷനിൽ നിന്ന്. കഴി, എല്ലാരും കഴി, വയറിറച്ച് കഴിക്കണം. ചൂട് ചൂട് സൂട് സൂട് സുടു സുടാ സുടു സുടാ ഉളുന്തവിടെ. ഓ, എണ്ണയല്ലയോ? എനിക്ക് ഇച്ചിരി മതി. എന്നാ കഴിയടാ. അയ്യോ, ഉഴുന്നോടെ ഏറ്റവും ഇഷ്ടമുള്ള ആളെവിടെ? പാറു, ഉഴുന്നവടെങ്കിലും കഴിക്കൂ പാറു. നിർബന്ധിക്കണ്ട, വേണമെങ്കിൽ വന്ന് കഴിച്ചോളൂ. ഈ വീട്ടിൽ ആർക്കും ഇല്ലാത്ത പോലെ വാശിയാണല്ലോ പാറുവിന്. ഇത് എവിടുന്ന് കിട്ടിയേ? അതെ അതെ, വാശി എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ഉണ്ടോ വാശി, അല്ലേ അമ്മൂമ്മ? ആ, പിള്ളേർക്ക് ഇത്ര വാശിയൊന്നും പാടില്ലല്ലോ. அம்மா பாவம் அம்மா, எங்கேயாவது டூருக்கு கொண்டு போகலான்னு ஒத்துக்கோங்க. അയ്യോ, അങ്ങനെ വെറുതെ പറഞ്ഞാ പോരല്ലോ കനകാന്റി, അതല്ലേ പ്രശ്നം. ഐ മീൻ, അങ്ങനെയാണല്ലോ പാറു പറയുന്നത്. അമ്മുമ്മ പരദേവത തൊട്ട് സത്യമായിട്ട് പറഞ്ഞാലല്ലേ കൊച്ചു പട്ടിണി നിർത്തത്തുള്ളൂ. ദേവതത്തോടൊക്കെ സത്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൊണ്ടുപോയില്ലെങ്കിൽ പാപാണ് അമ്മുമ്മ. ഒരു ദേവതയും തൊട്ട് സത്യം ചെയ്യുന്നില്ല. അങ്ങനെ വാശി പിടിച്ചേ കാര്യം സാധിക്കരുതല്ലോ പിള്ളേര്. അമ്മുമ്മ മുഖത്തോട്ടൊന്ന് നോയിക്കേ, പാവുണ്ട്, അവള് കൊച്ചു പിള്ളയല്ലേ, പപ്പു പിള്ള. ആ പാവം, അവിടെ നാക്ക് എമ്മയ്ക്കാ പഠിക്കുന്നത്. അതെ, നിങ്ങളെല്ലാവരും നിർത്തിക്കേ, ഞാൻ വിളിക്കാം എന്റെ കൊച്ചിനെ. പാറുവേടാ, മക്കളെ വാടാ, ഒരു ഒറ്റ ഉഴുന്നൂടെ കഴിയടാ. ചേട്ടൻ കാല് പിടിക്കാം, മക്കള് വാ, വാടാ. പെണ്ണാണെങ്കി അവള് കഴിക്കൂലല്ലോ, അല്ലേ പാറു? എന്ത് പാറു, കഴിയടാ. കേശു, നിങ്ങൾ കഴിച്ചു കഴിഞ്ഞോ? മറ്റേ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നു. ആ, ബാക്കി കൊണ്ടൊന്ന് അടുക്കള കൊണ്ടുപോക്ക്. ആവശ്യമുള്ളവരെ അവിടെ വന്ന് കഴിച്ചോളൂ. അല്ലെങ്കിൽ ഇങ്ങോട്ട് ഞണ്ടുവാ. അത് കഴിക്കുന്നുണ്ടോ? കഴിക്കുക. ആ, കനകം വന്നേ. അല്ല, അവർക്ക് കൊടുക്കണ്ട അമ്മൂമ്മ. ഒരുമാതിരി തോന്നിയാസം കാണിക്കല്ലോട്ടാ. മനുഷ്യനോട് വിശന്നിരിക്കുമ്പോഴാണോ ഉഴുന്നോടയും കൊണ്ടുവരുന്നേ? ഇറക്ക്. എനിക്ക് അതാണ് ഗെയിം പ്ലാൻ. നീ ഭയങ്കര വിശന്നിരിക്കുന്ന സമയത്ത് നിനക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ മേടിച്ചോണ്ട് വരും. അപ്പൊ നീ അത് കഴിക്കൂ. ഇല്ല, അപ്പൊ അവർക്ക് സെന്റിമെന്റ്സ് വർക്കോട്ടോ. ചാട്ടാ, എനിക്ക് വിശക്കുന്നുണ്ടെന്ന്. പാറോ, ഇങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഫുഡ് കഴിക്കാന്ന് ഈ അവശ്യ നിലയിലാവുന്ന കാണുമ്പോഴേ അവർക്ക് ആ ഒരു സിമ്പതിക്ക് ഫീൽ ചെയ്ത് ടൂറിന് കൊണ്ടുപോകുള്ളൂ. ടൂറിന് പോകണ്ടേ? വേണോ? പിന്നെ ആദ്യമേ ഒരെണ്ണം തന്നുകൂടായിരുന്നോ? അതില്ല, അത് എത്തിക്സിലില്ല, അത് ഫോൾ ഗെയിം. അത് ഞാൻ സമ്മതിക്കൂല. നിന്റെ അവശതയാണ് നമ്മുടെ ഗെയിമിന്റെ വിജയം. പണ്ട് ഞാനേ 1.5 ദിവസം പട്ടിണി കിടന്നിട്ടുണ്ട്. പക്ഷെ അമ്മമ്മയ്ക്ക് ഒരു കുലുക്കം ഇല്ലല്ലോ. അതൊക്കെ ആയിക്കോളും, മഞ്ഞുരുകാൻ ടൈം എടുക്കും. നീ അകത്ത് പോയി ഒറ്റ മൈൻഡിൽ കിടക്കും. പിന്നെ അതെങ്കിലും ഡെഡിക്കേഷൻ വേണം, പോയി കിടക്കും. പാറു, ഒറ്റ വിചാരേ പാടുള്ളൂ, ടൂറ് ടൂറ് ടൂറ്. ഓക്കെ, മക്കളൊന്ന് പറഞ്ഞല്ലോ, ടൂറ് 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 ടൂറ്. ആന്റി, ഇതെവിടുന്ന് മാങ്ങ?
கிழங்கு നമ്മുടെ മാവിന്നാ? ஆமா അയ്യോ ആന്റി ഇത് പറിച്ചാ? ஆமா வடி வச்சு பறிச்ச சிவா. ആന്റി ഇനി പറിക്കരുത് കേട്ടോ. ஏன்? നമുക്കങ്ങനെ പറിക്കാൻ പാടില്ല. ഇത് നമ്മുടെ ഹൗസ് ഓണർ വന്ന് മാങ്ങ പറിച്ച് അതിന് ഇത്തിരി നമുക്ക് തരും. അതേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. என்ன சிவா இப்படி சொல்றோம்? மாவில இருக்கிற மாங்காய் அது வந்து ஏதா பக்ஷி காக்கா எல்லாம் கொத்துறதுக்கு முன்னாடி நம்ம பறிச்ச என்ன தப்பு அதுல? അത് ഏതോ പക്ഷിയും കാക്കയും കൊത്തിക്കൊണ്ട് പൊക്കോട്ടെ, നമ്മൾ പറിക്കണ്ട എന്തായാലും. ഇനി വല്ല പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ശരിയാവൂല. ஒரு மாங்காக்கா இவ்வளவு பிரச்சனை ஒன்னும் ஆகாது. ആ ഉവ്വ. பாரு എന്തിനാണ് അവളെ വിളിക്കുന്നത്? மாங்காய் சாப்பிடுறதுக்கு. അയ്യോ അവള് കളിക്കില്ല ആന്റി, അവള് ഒറ്റ മൈൻഡിൽ നിൽക്കുവല്ലേ. அவளுக்கு ரொம்ப பிடிக்கும், சாப்பிடுவா. பாரு மாங்காய். പാറു മാങ്ങ കണ്ട് ദേഷ്യപ്പെട്ട് മോള് പോവരുത്. ഒരു കഷ്ണമെങ്കിലും കഴിക്കണം കേട്ടോ, ചേച്ചിക്ക് വേണ്ടിയിട്ട്. കണ്ടോ ആന്റി, പാറുന് മാങ്ങ വേണ്ട. എന്താ ചെയ്യാ മോളെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാ? വേണ്ട അവക്ക്. பாரு சாப்பிடு பாரு, உனக்கு இது ரொம்ப பிடிக்கும். ஒரு பீஸ் சாப்பிட்டா போதும். അവക്ക് വേണ്ട ആന്റി. பாரு ரொம்ப டேஸ்ட், சாப்பிடு. അവക്ക് വേണ്ട. എന്തൊരു വാശാലേ കുട്ടിക്ക്. എന്താ അത്, ഗ്യാസ് വല്ലതും ലീക്ക് ആവുന്നുണ്ടോ? മാങ്ങയുടെ മണം. മാങ്ങ എവിടെ? മാങ്ങ. നീ എങ്ങനെയാടാ മണത്ത് വന്നേ? ഹായ് മാങ്ങ. വല്ലാത്ത കഴിവാണല്ലേ ഇത്. എവളെന്താ ഇവിടെ മാങ്ങ കഴിച്ചാ? എവള് മാങ്ങ കഴിച്ചില്ലേ? ഇല്ല കേശുവേ, എന്ത് ചെയ്താ പാറു മാങ്ങ തൊടുന്നും കൂടി ഇല്ല. ഓ കഷ്ടമായല്ലോ പാറു. എന്താ നീ മാങ്ങ കഴിക്കാത്ത? മാറിയ ഈ മാങ്ങ എവിടുന്ന്? நம்ம பரம்பில இருந்து. നമ്മുടെ പറമ്പേ? ആന്റി അറിയാണ്ട് പൊട്ടിച്ചത്, ഇനി പൊട്ടിക്കൂല. അക്കൊക്കെ മാങ്ങ വേണ്ടടാ. பாரு சாப்பிடு பாரு, ரொம்ப டேஸ்டா இருக்கு. വേണ്ട ആന്റി, അവക്ക് വേണ്ടാഞ്ഞിട്ട. ஐயோ பாவமா இருக்கு, இப்படி பார்த்துட்டு இருக்கும்போது எப்படிதான் சாப்பிட முடியும்? അയ്യോ സാപ്പിട്ട് കാണുമ്പോഴത്തേക്കും പാവം ഒന്നും തോന്നുന്നില്ലല്ലോ ആന്റി. ரொம்ப டேஸ்டியா இருக்கு. இது என்ன மாங்காய்? ഇത് മൂവാണ്ടൻ മാങ്ങ. കഴിച്ചു കഴിച്ചു. മാങ്ങ. அம்மா இது பாருங்களேன், மாங்காய் ടേസ്റ്റിയാ ഇருக்கு. പാറുവിന് കൊടുത്തോ? അവള് കഴിക്കുന്നില്ലല്ലോ അമ്മൂമ്മ, അവക്ക് വേണ്ട. വാശി അമ്മൂമ്മ. ഇങ്ങനെയുണ്ടോ കുട്ടികൾക്ക് വാശി? കഴിക്കണില്ല, തൊടണില്ല. എന്തുവാ നോക്കിക്കൊണ്ടിരിക്കുന്നേ? വേണ്ടേ? എന്താ അവക്ക് വേണ്ട? എന്തൊരു വാശിയാലേ അമ്മൂമ്മ. ഓ അതെ, എനിക്ക് വേണ്ട. വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? മക്കൾ അപ്പുറത്ത് പോവും. അപ്പുറത്ത് പോടി അങ്ങോട്ട്. ചുമ്മാ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്ന? കൊതിയിട്ട് ബാക്കിയുള്ളവര്. അതെ, പോപ്പുറത്ത്. പാവം അമ്മൂമ്മ, കൊച്ചൊന്നും കഴിക്കുന്നില്ലല്ലോ. അമ്മൂമ്മ ഞാൻ പറയണേ കേട്ടു. പാവല്ലേ, പപ്പു പിള്ളയല്ലേ, എന്റെ ആഗ്രഹമല്ലേ വല്ല ഊട്ടിയ മൈസൂര കൊടൈക്കനാൽ എവിടെ നിന്നെ കൊണ്ടങ്ങ് പോ. പിന്നെ ഇവിടെ വാഴക്കാലും പാലച്ചോടും ഒക്കെ പോകുന്നവരല്ലേ ഊട്ടി കൊടൈക്കനാലെന്നൊക്കെ പറഞ്ഞ്. ഒന്ന് പോവച്ച അവിടുന്ന്. കനകം, 1-2 മാങ്ങ എടുത്ത് മാറ്റി വെച്ചേര്. തോറ്റു തുന്നം പാടി വരുമ്പോഴേ കൊടുക്കാം. മാങ്ങ വലിയ ഇഷ്ടമല്ലയോ? അവളങ്ങനെ തോക്കൂല. അല്ല, അങ്ങനെ തോക്കാൻ സാധ്യതയില്ല. അവള് ടൂറ് പോയിട്ട് അടങ്ങുള്ള അമ്മൂമ്മ. വിശന്നിട്ടും വയ്യ. ഏത് നേരത്താണോ ഇവരുടെ ഐഡിയക്ക് കൂടെ നിൽക്കാൻ തോന്നിയത്? ശരി, ഉണ്ടാതെ പൊക്കോണ വിടുന്നു. കലിപ്പാണല്ലോ. എവിടെയായിരുന്നു? ഒരു സാധനം മേടിക്കാൻ പോയതല്ലേ. അവള് ഭയങ്കര കലിപ്പാണല്ലോ. വിശന്നിട്ട. ചേച്ചി ഇത് എവിടെയായിരുന്നു? ഒരു സാധനം മേടിക്കാൻ പോയ സാധനം മേടിക്കണ്ടേ? ചേച്ചി ആ കൊച്ചിന്റെ കിടപ്പ നോക്കിയേ, ഇരിപ്പ നോക്കിയേ. ഇത്രയും നേരമായിട്ടും ഒരു വക കഴിച്ചിട്ടില്ല. എന്തിന്? കനക ആന്റി നാരങ്ങളും കൊണ്ട് കൊടുത്തു, അതുപോലും പാറു കുടിച്ചില്ല. അറിയോ? കനാൻറ്റി നാരങ്ങളും കൊണ്ട് തന്നെയല്ലേ?
നിങ്ങൾ എന്തിനാ തടഞ്ഞേ? അവള് വേറെ എടി കനകാന്റെ നാരങ്ങ വെള്ളം കൊണ്ടുവന്ന് ഉടനെ എടുത്ത് അങ്ങ് കുടിച്ചാൻ പറ്റൂ? അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഇത്ര നേരം പട്ടിണി കിടന്നാ പോവില്ലേ? എടി നിരാഹാര സമരം കിടക്കുന്നവരൊക്കെ എങ്ങനെയാണെന്ന് മുറിക്കുന്നതെന്ന് അറിയുന്നു. നാരങ്ങ വെള്ളം കുടിച്ചിട്ടാണ്. അപ്പൊ നീ നാരങ്ങ വെള്ളം കുടിച്ചതിന്റെ അർത്ഥം നീ നിരാഹാര സമരം നിർത്തി. അങ്ങനെ പറ്റൂ നമുക്ക്? നാരങ്ങ വെള്ളത്തിന് ഇത്ര അർത്ഥമുണ്ട്? പിന്നെ നല്ല ചിപ്സ് ഉണ്ട്. ആ വാഴക്കാലെന്ന് മേടിച്ച നല്ല വാഴക്ക ചിപ്സ് ഉണ്ട്. ശിവ നീ ഇതൊരു പ്ലേറ്റിലിട്ടോണ്ട് വാ. പാറൊരു ചിപ്സ് ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ പിന്നെ അതെ അതെ. ഇതിപ്പോ എന്തിനാ വാങ്ങിച്ച? ഓ, എന്നെ പരീക്ഷിക്കാനായിരിക്കും. എടി നിനക്ക് ചിപ്സ് ഭയങ്കര ഇഷ്ടല്ലേ? അപ്പൊ നീ ഇത് കഴിക്കാതെ ആകുമ്പോഴത്തേക്ക് അമ്മൂമ്മ ആന്റി ഒക്കെ ഞെട്ടും. ഞെട്ടിക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. യേശുവേ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി നമ്മൾ വിട്ടു കൊടുക്കരുത്. ഒത്രയാണ്. നീ എവള് വിശന്ന് തറയെ കിടന്ന് വിളിച്ചാലും പച്ച വെള്ളം കൊടുക്കൂല. അതാണ് വേണ്ടത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കൊച്ചു കുട്ടിയാണ്. ഞാൻ ചിത്രയും പരീക്ഷണം വേണോ? ഉണ്ടായിരി അവിടെ. അപ്പൊ അങ്ങനെ ആയോ? ഇതെന്തോ നമ്മൂമ്മ ഇത്? ഇവിടെ ഇത്ര നേരിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് പിള്ളേരായിക്കാൻ ഇത്ര വാശി പാടില്ലല്ലോ. ഒരു ഭാഗം കഴിക്കത്തുമില്ല. എന്നിട്ട് ചേച്ചി തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഇവളെ കൊണ്ട് നമുക്ക് എവിടെയെങ്കിലും പോവാ അമ്മൂമ്മ. പൈസയുടെ കാര്യമല്ലേ, അത് ഞാനും അമ്മായിയും കൂടെ ഷെയർ ഇട്ടങ്ങ് സെറ്റ് ചെയ്യാം. പിന്നെ ഇവളുടെ കാര്യം ആയതുകൊണ്ടേ സിദ്ധു കുറച്ച് പൈസയും കൂടെ അയച്ചുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മൂമ്മ ഞങ്ങളുടെ കൂടെ വന്നാൽ മാത്രം മതി. ഞാൻ വന്നേനെ. ഇവൾ ഇത്രയും വാശി കാണിച്ച സ്ഥിതിക്ക് ഇനി എന്നെ കൊന്നാലും ഞാൻ വരത്തില്ല. அம்மா நீங்க என்ன சொல்றீங்க? நீங்க இல்லாம நாங்க எல்லாம் எப்படி டூர் போவோம்? ആ ഞാനില്ലാതെ ഒന്ന് പോയി നോക്കട്ടെ. ഈ ഭവാനി ആരാന്നേ എല്ലാരും അറിയും. ചിപ്സ് എങ്ങനെയുണ്ടടാ? നല്ല ചിപ്സ് ആണല്ലേ? கேசு இது அண்ணனோட கடையில இருந்து வாங்கின சிப்ஸ் தானே? അതെ, ഏതോ അണ്ണന്റെ അവിടെ മേടിച്ചേ. ആരുടെ കടയിൽ നിന്ന് മേടിച്ചാൽ എന്താ ആന്റി? ആന്റിക്ക് വേണമെങ്കിൽ തിന്നാ. ആന്റി കഴിക്ക്. பாரு உனக்கு சிப்ஸ் வேணுமா? ഏയ് അവൾക്ക് ചിപ്സ് ഉണ്ട്, അവള് കഴിക്കൂലല്ലോ. ചിപ്സ് ഇഷ്ടമല്ലല്ലോ. അല്ല ഇഷ്ടമാണ്, പക്ഷെ അവളിപ്പോ കഴിക്കൂല. അവൾക്ക് ദേഷ്യം വരും ഇങ്ങനൊക്കെ ചോദിച്ചാ. കൊച്ചേ, നീ വിചാരിക്കുന്നത് ഒരു കാര്യങ്ങളും ഇവിടെ നടക്കത്തില്ല. മര്യാദക്ക് പോയി ചോറെടുത്ത് കഴിക്ക്. ചിപ്സ് കഴിക്കാത്ത കൊച്ചങ്ങനെ മുമ്പ് ചോറ് കഴിക്കുക. അമ്മ ചുമക്ക തമാശ പറയല്ലേ? മക്കളെ പോയി ചോറെടുത്ത് കഴിക്ക്. കനകം പോയി ചോറെടുത്ത് കൊടുക്ക്. பாரு வாமா, சோறு தரேன் வா. നീ എന്തിനാ എന്നെ നോക്കണേ? നീ വേണേ ചോറ് പോയി കഴി. എനിക്ക് ടൂറിന് പോണം. നോക്ക് അത്രയ്ക്ക് വാശിയാ? ആ വാശിയാന്നല്ലോ. അമ്മൂമ്മ ഇതവിടെ പോയതോ? ഈ ടൂറിന് പോകാനുള്ള കാശെടുക്കാൻ പോയതായിരിക്കില്ലേ? பாரு செல்லம் இல்ல, சாப்பிட வாமா. എന്തോന്ന് ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന? കുഞ്ഞിനിപ്പോ ചോറ് വേണ്ട. വേണ്ട. ശരിക്കും വേണ്ട. വാ തുറന്ന് പറ. വേണ്ട. എല്ലാരും അങ്ങോട്ട് മാറി നിക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിക്ക്. പിന്നെ ദേഹത്ത് പടി കൊണ്ടെന്ന് പറയരുത്. ഇവിടെ വാ. നിനക്ക് ചോറ് വേണ്ടായോ? വേണോട്ടാ. നിനക്ക് വേണമെങ്കിൽ വേണമെന്ന് പറയടി. നീ എന്തിനാ എന്നോട് ചോദിക്കണേ? വേണം. നിനക്ക് ടൂർ പോണോ ഇനി? പോണോട്ടാ. നീ എന്തിനാ എന്നോട് ചോദിക്കണേ? നിന്നോടല്ലേ അമ്മൂമ്മ ചോദിച്ചേ? പോണോ ടൂറ്? വേണ്ട. ചോറ് കഴിക്കാവോ? ആ കഴിക്കാം. ഇതിന്റെയൊക്കെ പിന്നെ പ്രവർത്തിച്ച് ആരാന്നൊന്ന് പറയാവോ? ശിവാൻ ചേച്ചി ഒന്നങ്ങോട്ട് നീങ്ങിക്കോ. ഈ 3 വരാം. മക്കളിങ്ങോട്ട് മാറിയേ. എനിക്ക് അപ്പോഴേ സംശയം. നിന്റെ ചേട്ടനും ചേച്ചിമാരും പറയുന്ന ഐഡിയയും കേട്ടോണ്ടിരുന്നാലേ ഇതുപോലെ പട്ടിണി കിടക്കേണ്ടി വരും. മനസ്സിലായോ? മനസ്സിലായി.